പ്രൈസ് ദി ലോർഡ്. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, വചനജ്വാല ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വചനഭാഗം ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അതിനുശേഷം മറ്റു മക്കളുമായി പങ്കുവെക്കണം കേട്ടോ. അപ്പോൾ അവരും അനുഗ്രഹം പ്രാപിക്കും. ഓരോ വചനഭാഗം അച്ഛൻ തലേദിവസം പ്രാർത്ഥിക്കും, കിട്ടുന്ന ചെറിയ ബോധ്യങ്ങളാണ് പങ്കുവെക്കുന്നത്. അച്ഛൻ ഇന്നലെ കിട്ടിയ ബോധ്യം എന്ന് പറയുന്നത്, നാം ഓരോരുത്തരും അഴിയപ്പെടേണ്ട, ഇല്ലാതാകേണ്ട ഗോതമ്പ് മണിയാണ്. അതുകൊണ്ട് ഇന്ന് ധ്യാനിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം. അവിടെ കർത്താവ് പറയുക, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെ അച്ഛൻ പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും ഓരോ ഗോതമ്പ് മണികളാണ്. നമ്മളെ ഏൽപ്പിക്കപ്പെട്ട സമൂഹത്തിന് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടി ഞാൻ ഇല്ലാതാകണം. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ഗോതമ്പ് മണികൾ എന്ന് പറയുന്നത്. അങ്ങനെ അഴിഞ്ഞെങ്കിൽ മാത്രമേ പുതിയ മൂലങ്ങൾ ഉണ്ടാകുള്ളൂ, പുതിയ ചെടികൾ വളരുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഓർക്കുക പ്രിയമുള്ളവരെ, ഈ വചനഭാഗം ധ്യാനിക്കുമ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ അഗസ്തീനോസിൻ്റെ വാക്കുകൾ ഓർമ്മ വരുന്നത്. ദൈവം മനുഷ്യരെ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. എല്ലാ കഷ്ടപ്പാടും നമ്മെ ശുദ്ധീകരിക്കുന്ന, ഓരോ ശ്രമവും നമ്മെ ഉയർത്തുന്നത്, നമ്മെ മിച്ചമാക്കുന്നത്, നമ്മെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയാണ്. അതായത് നമ്മളിങ്ങനെ ഇല്ലാതാകുമ്പോൾ നാം ഉന്നതരാകുന്നത്. അതുകൊണ്ടാണ് മരിക്കുമ്പോഴാണ് ജനിക്കുന്നതെന്ന് അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് പറയുന്നത്. ഈ സുവിശേഷ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ യേശു പറഞ്ഞ ഈ സുവിശേഷ ഭാഗത്തൊരു പശ്ചാത്തലമുണ്ട്. യേശുവിൻ്റെ മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുന്നാണ് 2 ഗ്രീക്കുകാർ യേശുവിനെ കാണാൻ വരുന്നത്. അപ്പോൾ യേശു തന്നെ കാണാൻ വന്ന ആ ഗ്രീക്കുകാർ പറഞ്ഞൊരു കാര്യമാണ് ഗോതമ്പ് മണിയെപ്പറ്റി, അഴിയണം, ഇല്ലാതാകണം. അവർക്ക് മനസ്സിലായി. അങ്ങനെ യേശു പറഞ്ഞപ്പോൾ യേശുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് തൻ്റെ കുരിശുമരണവും പീഡാസഹനവും അതിനുശേഷമുള്ള ഉദ്ധാനമാണ്. എങ്കിൽ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളൊരു ഗോതമ്പ് മണിയാണെങ്കിലും നമ്മളിങ്ങനെ മറ്റു മക്കൾക്ക് വേണ്ടി അഴിയണം, ഇല്ലാതാകണം, വ്യയം ചെയ്യപ്പെടണം. എല്ലായ്പ്പോഴും നമ്മൾ മരിക്കണം. എപ്പോഴും മരിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ഇതുകൊണ്ടാണ് പറഞ്ഞത്, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഓരോ ഗോതമ്പ് മണിയും നിലത്ത് വീണ് അഴിയണം. അങ്ങനെ അഴിഞ്ഞെങ്കിൽ മാത്രമേ ധാരാളം ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, സമർത്ഥമായി മറ്റു മക്കൾക്ക് വേണ്ടി ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളോട്, നമ്മുടെ ഇഷ്ടങ്ങളോട് വേണ്ടി മരിക്കണം. ഈ സുവിശേഷ ഭാഗത്തോടെ പറയുന്ന മറ്റൊരു കാര്യം, നാം ലോകത്തിൻ്റെ വഴിയിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ട മക്കളല്ല, മറിച്ച് ലോകത്തിൻ്റെ വഴികളോട് നാം മരിക്കണം. മറ്റു മക്കൾക്ക് വേണ്ടി നാം മരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട മക്കളാണ്. ഒപ്പം തന്നെ നമ്മുടെ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾ, ജഡത്തിൻ്റെ ആഗ്രഹങ്ങളോട് നാം മരിക്കപ്പെടണം. അങ്ങനെ നമ്മുടേതായ സ്വാർത്ഥത്തോടും നമ്മുടേതായ ആഗ്രഹങ്ങളോടും ലോകത്തിൻ്റെ മോഹങ്ങളോടും നാം മരിക്കപ്പെടുമ്പോൾ നാം ക്രിസ്തുവിൽ ജനിക്കുകയാണ്, ഉയർപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ നമ്മൾ മരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം ഇതാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രവാഹം പോലെ നമ്മളിലേക്ക് വരും. സ്നേഹത്തിൻ്റെയും നിസ്വാർത്ഥമായ ത്യാഗത്തിൻ്റെയും എല്ലാം കൃപ നമ്മളിലേക്ക് ഒഴുകുകയും ആ ഒഴുകുന്ന അവസ്ഥ മറ്റു മക്കൾക്ക് പ്രചോദനമായി മാറുകയും ചെയ്യും. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ദിവസം നമുക്ക് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് ഒഴുകണമെങ്കിൽ, എൻ്റെ തന്നെ സ്വാർത്ഥത്തോട് ഞാൻ മരിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ കൃപയിൽ ഞാൻ ആകുമ്പോൾ യേശു എപ്രകാരം ഗോതമ്പ് മണിയായി ഇല്ലാതായോ അതുപോലെ ഞാനും മറ്റു മക്കൾക്ക് വേണ്ടി ഇല്ലാതാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അങ്ങനെ നാം ഇല്ലാതാകുമ്പോൾ മറ്റു മക്കളുടെ മനസ്സിൽ നാം ജീവിക്കും. ഞാൻ എന്നോട് തന്നെ മരിക്കുമ്പോൾ അവിടെ ഒരു ജനനം അർത്ഥമാക്കുന്നുണ്ട്. ആ ജനനം ഞാനുമായി ബന്ധപ്പെട്ട മക്കളുടെ മനസ്സിൽ നല്ല ഓർമ്മകളുടെ ഒരു ജനനമായി മാറുകയും ചെയ്യും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു അപ്പനാകാം, ഒരു അമ്മയാകാം, ഒരു വൈദികനാകാം, ആരുമായിക്കൊള്ളട്ടെ, മറ്റു മക്കൾക്ക് വേണ്ടി വ്യയം ചെയ്യപ്പെടുന്ന ഒരു ഗോതമ്പോണിയാകുവാനുള്ള കൃപ ഈ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അച്ഛൻ ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.